ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന യാത്രയാണ് ചാർധാം യാത്ര. നീണ്ട കാലത്തെ വ്രതം അനുഷ്ഠിച്ചാണ് ആളുകൾ ചാർധാം യാത്രയ്ക്കായി പുറപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ 4 ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയാണ് ചാർധാം യാത്ര ആരംഭിക്കുന്നത്. ഹിന്ദുക്കൾ വളരെ പവിത്രമായി കണക്കാക്കുന്ന സ്ഥലങ്ങളാണിവ. കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് തീർത്ഥാടനം നടക്കുക. ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രമായ ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത്. 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന ബദ്രിനാഥ് ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. രുദ്രപ്രയാഗ് ജില്ലയിലാണ് കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവർ പണി കഴിപ്പിച്ചതെന്നാണ് ഇവിടുത്തെ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമായ ഗൗമുഖിന് സമീപമാണ് ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത്. ഗംഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗംഗോത്രി ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. യമുനാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് യമുനോത്രി. ചാർധാം തീർത്ഥാടന യാത്രയുടെ ആദ്യ ലക്ഷ്യസ്ഥാനം യമുനോത്രി ആയിരിക്കും. ഈ ആരാധനാലയങ്ങൾ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷം തോറും ഏകദേശം 6 മാസത്തേക്ക് ക്ഷേത്രം അടച്ചിടും. ശൈത്യകാലത്ത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ ആരംഭിക്കുന്നു. വേനൽക്കാലത്ത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ വീണ്ടും തുറക്കും. ഈ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വിശ്വാസികളുടെ പാപങ്ങൾ കഴുകി മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും തീർത്ഥാടനം നടത്താനായി ഇവിടെ എത്തുന്നത്. തീർത്ഥാടനം യമുനോത്രിയിൽ നിന്ന് ആരംഭിച്ച് ഗംഗോത്രിയിലേക്കും പിന്നീട് കേദാർനാഥിലേക്കും പോയി ഒടുവിൽ ബദ്രിനാഥിൽ അവസാനിക്കും. ഉയരത്തിൽ ട്രെക്കിംഗ് ആവശ്യമുള്ള ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ് ചാർധാം യാത്ര. ആ നിലയ്ക്ക് കൃത്യമായ ആസൂത്രണത്തോടെയും തയ്യാറെടുപ്പോടെയുമായും ഈ യാത്ര നടത്തേണ്ടത്. യാത്രയിൽ തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സി ന്യൂസ്, കോഴിക്കോട്.